സീരിയലുകളും വഹിച്ച പങ്ക് ചെറുതല്ല. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം സന്ധ്യയോടെ TV മുമ്പിലെത്തിയ കുട്ടിക്കാലം. TV ഇല്ലാത്തവർ TV ഉള്ള അയൽവാസികളുടെ വീട്ടിൽ പോയി കൗതുകത്തോടെ കണ്ട കാലം. പല ദൂരദർശൻ TV ഷോകളുടെയും ടൈറ്റിൽ സോങ് നമുക്ക് നൽകുന്നത് തികച്ചും നൊസ്റ്റാൾജിയ തന്നെയാണ്. അത്തരത്തിൽ ഗതകാല സുഖസ്മരണകൾ ഉണർത്തുന്ന ചില ദൂരദർശൻ ശീർഷക ഗാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയിരത്തി 1996 കാലഘട്ടത്തിൽ തിരുവനന്തപുരം ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സീരിയലായിരുന്നു നിറമാല. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ചക്കര, വാവ എന്നീ സഹോദരിമാരുടെ കഥ പറഞ്ഞ ഈ പരമ്പര സുധാകർ മംഗളോദയം മനോരമ വാരികയിൽ എഴുതിയ നോവലിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു. ബിജു മേനോൻ, അഞ്ജു അരവിന്ദ്, കീർത്തി ഗോപിനാഥ്, സുകുമാരി തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത്. ചിത്ര പാടിയ ഇതിന്റെ ടൈറ്റിൽ സോങ് വളരെ പ്രശസ്തമായിരുന്നു. ആയിരത്തി 1995 ദൂരദർശൻ സംപ്രേഷണം ചെയ്ത പരമ്പരയായിരുന്നു തപസ്യ. മനോരമ വിഷൻ നിർമ്മിച്ച സീരിയലിൽ വീണ ആന്റണിയായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ONV കുറിപ്പ് എഴുതി സണ്ണി സ്റ്റീഫൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച തപസ്യയിലെ ഗാനങ്ങളും വളരെ ജനപ്രീതി ആകർഷിച്ചവയായിരുന്നു. 1989 ഫുമിയോ കുറോക്കോവ സംവിധാനം ചെയ്ത ജാപ്പനീസ് ആനിമേഷൻ പരമ്പരയായിരുന്നു ജംഗിൾ ബുക്ക്. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ കഥകളുടെ കാർട്ടൂൺ രൂപം. ഇത് ഇന്ത്യയിൽ ദൂരദർശനിൽ ആദ്യമായി വന്നത് ഹിന്ദി ഭാഷയിലായിരുന്നു. ഗുൽസാർ എഴുതി വിശാൽ ഭരദ്വാജ് ഈണം പകർന്ന ജംഗിൾ ബുക്കിലെ ടൈറ്റിൽ ഗാനം വളരെ പോപ്പുലർ ആയിരുന്നു. തുടർന്ന് ജംഗിൾ ബുക്കിന്റെ മലയാളവും പുറത്തിറങ്ങി. മലയാളം വെർഷനിൽ ബിച്ചു തിരുമല രചിച്ച് മോഹൻ സിതാര ഈണം പകർന്ന ഗാനം പാടിയത് ലക്ഷ്മി ബെൻസൺ ആയിരുന്നു. 1996 മലയാളം ജംഗിൾ ബുക്ക് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തത്. 52 എപ്പിസോഡുകളുള്ള ജംഗിൾ ബുക്കിലെ മൗഗ്ലി, ബഗീര, ബാലു, കാ, അക്കേല തുടങ്ങിയ കഥാപാത്രങ്ങളിൽ നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം വസന്തമാക്കി മാറ്റി. ഡിസ്നിയുടെ അമേരിക്കൻ ആനിമേറ്റഡ് ടെലിവിഷൻ സീരീസായ ഡക്ക് ടെയിൽസ് 90കളുടെ തുടക്കത്തിൽ ഹിന്ദിയിൽ ദൂരദർശനിൽ വന്നു. പ്രശസ്ത ഗായകൻ കിഷോർ കുമാറിന്റെ പുത്രൻ അമിത് കുമാർ ആലപിച്ച ശീർഷക ഗാനം പ്രശസ്തമാണ്. അറേബ്യൻ നൈറ്റ്സിനെ ആസ്പദമാക്കി രാമാനന്ദ് സാഗർ രചിച്ച പ്രശസ്തമായ TV സീരിയലായിരുന്നു അലിഫ് ലൈല. രവീന്ദ്ര ജെയിൻ രചനയും സംഗീതവും നിർവഹിച്ച ഇതിന്റെ ശീർഷക ഗാനം കവിത കൃഷ്ണമൂർത്തിയും ഷബീർ കുമാറുമാണ് ആലപിച്ചിരിക്കുന്നത്. 1993-95 കാലഘട്ടത്തിലാണ് ദൂരദർശനിൽ ഈ പരമ്പര സംപ്രേഷണം ചെയ്തത്. 1994-95 കാലഘട്ടത്തിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത പ്രശസ്തമായ ക്രൈം ഡ്രാമ സീരീസ് ആയിരുന്നു തഹ്കീഖാത്ത്. ഷാരംഗ് ദേവിന്റെ സംഗീതത്തിൽ വന്ന ഇതിന്റെ ടൈറ്റിൽ സോങ്ങും ജനപ്രീതി നേടിയിരുന്നു. 1994-96 കാലഘട്ടത്തിൽ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത സീരിയലായിരുന്നു ചന്ദ്രകാന്ത. യോഗേഷ് രചിച്ച് ഉഷാ ഖന്ന ഈണം പകർന്ന ചന്ദ്രകാന്തയുടെ ശീർഷക ഗാനം ആലപിച്ചത് സോനു നിഗമായിരുന്നു. 1997 മുതൽ 2005 വരെ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത സൂപ്പർ ഹീറോ ടെലിവിഷൻ സീരീസ് ആയിരുന്നു ശക്തിമാൻ. ഇതിന്റെ നിർമ്മാതാവായ മുകേഷ് ഖന്ന തന്നെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് തീം സോങ്ങും പ്രശസ്തമാണ്. 1995 ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന കോമഡി ഡ്രാമയും ടോപ്പ് 10 സോങ്സും കലർന്ന പ്രോഗ്രാമായിരുന്നു ഏക് സെ ബഡ്കർ ഏക്. ദിൽവാലെ ദുൽഹനിയ ലേ ജായെംഗെ, ബർസ തുടങ്ങിയ ചിത്രങ്ങളിലെ ഹിറ്റ് ഗാനങ്ങൾ നമ്മളിൽ പലരും ആദ്യമായി കേട്ടത് ഈ പരിപാടിയിലൂടെ ആയിരുന്നു. പെപ്സി ആയിരുന്നു ഇതിന്റെ പ്രായോജകർ.
കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ദൂരദർശൻ പരമ്പരയായിരുന്നു ഞായറാഴ്ചകളിൽ സംപ്രേഷണം ചെയ്തിരുന്ന പോട്ട്ലി ബാബാക്കി. ഇതിന്റെ തീം സോങ്ങും പലരുടെയും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവാം. 1997-2001 കാലഘട്ടത്തിൽ ധീരജ് കുമാർ സംവിധാനം ചെയ്ത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത മിത്തോളജിക്കൽ സീരീസ് ആയിരുന്നു ഓം നമ ശിവായ. ഷാരംഗ് ദേവിന്റെ സംഗീതത്തിൽ പണ്ഡിറ്റ് ജസ്രാജ് ആലപിച്ച ടൈറ്റിൽ സോങ് വളരെയധികം ജനപ്രീതി നേടിയിരുന്നു. വീൽ ഭക്തി വന്ദനം ഓം നമ ശിവായ എന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച സുഹൃത്തും എൻ്റെ ഓർമ്മയിലുണ്ട്. അത്രയ്ക്കുണ്ടായിരുന്നു ഈ പരമ്പരയുടെ പ്രശസ്തി. ഓം നമ ശിവായെ പറ്റി പറഞ്ഞപ്പോൾ ജയ് ഹനുമാനെ മറക്കുന്നതെങ്ങനെ? സഞ്ജയ് ഖാൻ സംവിധാനം ചെയ്ത് 1997-2000 കാലഘട്ടത്തിൽ ദൂരദർശനിലും DD മെട്രോയിലും സംപ്രേഷണം ചെയ്ത മിത്തോളജിക്കൽ സീരീസാണ് ജയ് ഹനുമാൻ. ഇതിന്റെ തീം സോങ്ങിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത് രവീന്ദ്ര ജെയിനായിരുന്നു. 1999-2000 കാലഘട്ടത്തിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത പരമ്പരയായിരുന്നു ജ്വാലയായി. ഇതിന്റെ തീം സോങ്ങും പ്രശസ്തമായിരുന്നു. ഈ ഗാനങ്ങളും പരിപാടികളുമൊക്കെ ഓർക്കുമ്പോഴും കേൾക്കുമ്പോഴും പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോയതായി തോന്നുന്നില്ലേ? വർഷങ്ങൾ പോയതറിയാതെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ആ പഴയ നല്ല കാലം.